നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന അമിതമായ സ്നേഹവും പരിഗണനയും അവർ നിങ്ങളുടെ ബലഹീനതയായി കാണുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരോടും വിനയത്തോടെ പെരുമാറുമ്പോൾ അവർ നിങ്ങളെ വില കുറച്ച് കാണുകയും നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ പറയുന്നു, വിഷമില്ലാത്ത പാമ്പ് പോലും തനിക്ക് വിഷമുണ്ടെന്ന് തോന്നിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ ലോകം അതിനെ ചവിട്ടിമെതിക്കും. ആളുകൾ നിങ്ങളെ എങ്ങനെ കാണണം എന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനായി മുദ്രകുത്തും. നിങ്ങളെ ആരും ഭരിക്കാതിരിക്കാനും അർഹിക്കുന്ന ബഹുമാനം നേടിയെടുക്കാനും ചാണക്യൻ നൽകുന്ന 5 വിനാശകാരിയായ തന്ത്രങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിലെ 5ാമത്തെ തന്ത്രം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം എന്നും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരൊറ്റ സെക്കൻഡ് പോലും കളയാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, ചാണക്യ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മനുഷ്യർ. ചിലർ നമ്മുടെ നന്മയെ ചൂഷണം ചെയ്യും, ചിലർ നമ്മുടെ വിനയത്തെ ഭീരുത്വമായി കാണും, മറ്റു ചിലർ നമ്മളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. നമ്മൾ എത്ര നന്മ ചെയ്താലും ആളുകൾ നമ്മളെ വില കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ചാണക്യൻ നൽകുന്ന മറുപടി വളരെ ലളിതമാണ്. നേരെയുള്ള മരങ്ങളാണ് കാട്ടിൽ ആദ്യം മുറിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ മാന്യത കാണിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ എളുപ്പത്തിൽ തോൽപ്പിക്കാനുള്ള ആയുധമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ മാസ്റ്റർ ക്ലാസ്സിലൂടെ ആളുകളെ എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നും അവരെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും ചാണക്യനീതിയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇതൊരു സാധാരണ വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പാഠമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള പവർഫുള്ളായ ചാണക്യതന്ത്രങ്ങളും ജീവിത വിജയത്തിനുള്ള വഴികളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആ 5 രഹസ്യങ്ങളിലേക്ക് കടക്കാം. പോയിന്റ് 1. അമിതമായ വിനയം അപകടമാണ്. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറയുന്ന ഏറ്റവും വലിയൊരു മുന്നറിയിപ്പുണ്ട്. നേരെയുള്ള മരങ്ങളാണ് കാട്ടിൽ ആദ്യം മുറിക്കപ്പെടുന്നത്, വളഞ്ഞ മരങ്ങൾ അവിടെ സുരക്ഷിതമായി നിൽക്കും. ഈ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, ചാണക്യൻ നമ്മളെ മോശക്കാരാകാൻ പഠിപ്പിക്കുകയാണോ എന്ന്. ഒരിക്കലുമല്ല. ഇവിടെ ചാണക്യൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ അമിതമായ വിനയത്തെയും സത്യസന്ധതയും കുറിച്ചാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് എല്ലാവരോടും വിനയത്തോടെ പെരുമാറിയാൽ, എല്ലാവർക്കും നന്മ ചെയ്താൽ ലോകം നമ്മളെ തിരിച്ചു ബഹുമാനിക്കുമെന്നാണ്. എന്നാൽ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആർക്കുവേണ്ടി എപ്പോഴും ലഭ്യമാകുന്നുവോ, ആർക്കുവേണ്ടി നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് വിനയം കാണിക്കുന്നുവോ, അവർ തന്നെയായിരിക്കും നിങ്ങളെ ആദ്യം വില കുറച്ച് കാണുന്നത്. എന്തുകൊണ്ടാണ് അമിതമായ വിനയം ഒരു ശാപമാകുന്നത്? മനുഷ്യസഹജമായ ഒരു കാര്യമുണ്ട്. ലളിതമായി കിട്ടുന്ന ഒന്നിനും ആരും മൂല്യം നൽകില്ല. നിങ്ങൾ എല്ലാവരോടും ശരി പറയുന്ന ഒരാളാണെങ്കിൽ, എല്ലാവരുടെയും ആവശ്യങ്ങൾ സ്വന്തം കാര്യം നോക്കാതെ നടത്തിക്കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, ആളുകൾ നിങ്ങളെ ഒരു പാവമായിട്ടല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം, ടൂളായിട്ടാണ് കാണുക. നിങ്ങളുടെ വിനയത്തെ അവർ നിങ്ങളുടെ ഭീരുത്വമായി തെറ്റിദ്ധരിക്കും. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി തന്റെ അന്തസ്സ് നിലനിർത്തണമെങ്കിൽ ചിലയിടങ്ങളിൽ കടുപ്പത്തിൽ പെരുമാറേണ്ടി വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നോ എന്നോ എന്ന് ഉറപ്പിച്ചു പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമയം മറ്റൊരാൾക്ക് വെറുതെ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചുറ്റും ഒരു അതിർവരമ്പ് നിങ്ങൾ തന്നെ തീർക്കണം. ആ വരമ്പ് ലംഘിക്കാൻ ഒരാളെപ്പോലും അനുവദിക്കരുത്. നിങ്ങൾ ഒരു പാവമായിരുന്നാൽ ഈ ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കും. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ വെറുക്കുന്നവർ പോലും നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. വിനയം ഒരു ആഭരണമാണ്, പക്ഷെ അത് നിങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലയാകാൻ പാടില്ല. നിങ്ങളുടെ ആത്മാഭിമാനം മറ്റാരേക്കാളും വലുതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ കരുത്ത് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തൂ. മറ്റുള്ളവരുടെ താവളങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരൊറ്റ വാചകം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു തുടക്കമാകട്ടെ. പോയിന്റ് 2. ദൗർബല്യങ്ങൾ മറച്ചുപിടിക്കുക. ചാണക്യൻ നൽകുന്ന 2ാമത്തെ വലിയ താക്കീത് ഇതാണ്. ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും അത് വിഷമുള്ളതാണെന്ന് തോന്നിപ്പിക്കണം. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്കൊന്ന് ചേർത്ത് ചിന്തിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും ബലഹീനതകളുണ്ട്, പീഡികളുണ്ട്, പരാജയങ്ങളുണ്ട്. എന്നാൽ ആ ബലഹീനതകൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുകയുള്ളൂ. പലരും വിചാരിക്കുന്നത് തങ്ങളുടെ സങ്കടങ്ങളും പരാജയങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ആളുകൾക്ക് നമ്മളോട് സഹതാപം തോന്നുമെന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകൾ പുറത്തു കാണിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളൊരു എളുപ്പവഴിയായി മാറുകയാണ്. ലോകം ദുർബലരെ സ്നേഹിക്കില്ല, മറിച്ച് അവരെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് പത്തി വിടർത്തുന്ന പാമ്പിന്റെ ഉദാഹരണം ചാണക്യൻ നൽകുന്നത്? ഒരു പാമ്പ് തന്റെ പത്തി വിടർത്തുന്നത് അത് കടിക്കാൻ പോകുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് തന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശത്രുവിന് ആ പാമ്പിന് വിഷമുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ആ പത്തി വിടർത്തൽ അവനെ പിന്നോട്ട് മാറ്റുന്നു.
അതുപോലെയാണ് ജീവിതത്തിലും. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അറിവില്ലായിരിക്കാം, നിങ്ങൾക്ക് സാമ്പത്തികമായ തളർച്ച ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് പുറം ലോകത്തെ അറിയിക്കാതെ എപ്പോഴും ആത്മവിശ്വാസമുള്ളവനായി, ശക്തനായി കാണപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണുകളിൽ ഭയമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ വേട്ടയാടും. എന്നാൽ നിങ്ങളുടെ സംസാരത്തിലും ശരീരഭാഷയിലും ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ അപമാനിക്കാൻ വരുന്നവർ പോലും ഒന്ന് മടിക്കും. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി തന്റെ ദൗർബല്യങ്ങൾ സ്വന്തം ഭാര്യയോടോ സുഹൃത്തിനോടോ പോലും അമിതമായി വെളിപ്പെടുത്തരുത്. കാരണം കാലം മാറുമ്പോൾ ബന്ധങ്ങൾ മാറിയേക്കാം. അന്ന് നിങ്ങൾ നൽകിയ ആയുധം അവർ നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കും. ആളുകൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ അവർക്ക് നൽകുന്നതുകൊണ്ടാണ്. ആ അധികാരം ആർക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഉള്ളിൽ എത്ര തകർന്നിരിക്കുകയാണെങ്കിലും പുറത്തെ ലോകത്തിനു മുന്നിൽ ഒരു കരുത്തുറ്റ വ്യക്തിത്വമായി മാത്രം പ്രത്യക്ഷപ്പെടുക. ഈ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ പേടികളെ ലോകത്തിനു മുന്നിൽ അടിയറവ് വെക്കാതെ ഒരു സിംഹത്തെ പോലെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ കരുത്ത് നിങ്ങളുടെ വാക്കുകളിൽ നിറയ്ക്കൂ. കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പത്തി വിടർത്തി നിൽക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും നിങ്ങളെ തൊടാൻ കഴിയില്ലെന്ന് ഓർക്കുക. പോയിന്റ് 3. അർഹതയില്ലാത്തവർക്ക് പരിഗണന നൽകരുത്. ചാണക്യനീതിയിലെ മൂന്നാമത്തെ വലിയ പാഠം ഇതാണ്. അർഹതയില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ നൽകുന്ന അമിത ബഹുമാനം നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകും. ചാണക്യൻ പറയുന്നു, ഒരു വിഡ്ഢിയോട് സംസാരിക്കുന്നത് നിങ്ങളുടെ അറിവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്ത ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായി പ്രാധാന്യം നൽകിയിരുത്തരുത്. നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. നമ്മളെ അവഗണിക്കുന്നവരുടെ പിന്നാലെ പോകും. നമ്മളെ വേദനിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകിയാൽ അവർ നമ്മളെ മനസ്സിലാക്കുമെന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് കഴുതയ്ക്ക് കുങ്കുമം നൽകുന്നത് പോലെയാണ് ഇത് എന്നാണ്. കുങ്കുമത്തിന്റെ മണം കഴുതയ്ക്കറിയില്ല, അതതിന് വെറുമൊരു ഭാരം മാത്രമാണ്. എന്തുകൊണ്ടാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തണം എന്ന് പറയുന്നത്? നിങ്ങൾ ഒരാൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനം നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ച് അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങൾ അവരെ ഒരുപാട് പുകഴ്ത്തുകയോ അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുകയോ ചെയ്താൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. പകരം അവർ നിങ്ങളെ തരം താഴ്ത്തി കാണാൻ തുടങ്ങും. ചാണക്യൻ പറയുന്നു, ദുർജനങ്ങളോട് ദയ കാണിക്കുന്നത് വിഷപ്പാമ്പിന് പാൽ നൽകുന്നത് പോലെയാണ്. അത് അതിന്റെ വിഷം വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ എത്രത്തോളം പ്രവേശനം നൽകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും വിലയുള്ളതാണ്. അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. അല്ലാത്തവരെ നിങ്ങളുടെ മൗനം കൊണ്ടും അകലം കൊണ്ടും അവരുടെ സ്ഥാനത്ത് നിർത്തുക. ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ നിന്ന് പിന്മാറാൻ മടിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഒരു ഭാരമായി മാറാൻ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ലോകം നിങ്ങളെ വിലമതിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ ബന്ധങ്ങളെയും ആളുകളെയും ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ഉറച്ച തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കൂ. കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പരിഗണന മറ്റൊരാളുടെ അഹങ്കാരമാകാൻ അനുവദിക്കില്ലെന്ന് ഇന്ന് പ്രതിജ്ഞയെടുക്കുക. പോയിന്റ് 4. രഹസ്യങ്ങൾ ആയുധമാക്കാൻ അനുവദിക്കരുത്. ചാണക്യനീതിയിലെ നാലാമത്തെ മർമ്മപ്രധാനമായ പാഠം ഇതാണ്. നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ മറ്റൊരാളോടും വെളിപ്പെടുത്തരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. പലപ്പോഴും നമ്മളെ ആളുകൾ അവരുടെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്നത് നമ്മൾ തന്നെ അവർക്ക് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മളിൽ പലർക്കും ഒരു ശീലമുണ്ട്. ആരെങ്കിലും നമ്മളോടൊന്ന് ചിരിച്ചു സംസാരിച്ചാലോ അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ ഒന്ന് കൂടെ നിന്നാലോ നമ്മുടെ ജീവിതത്തിലെ സകല രഹസ്യങ്ങളും നമ്മൾ അവർക്ക് മുന്നിൽ തുറന്നു വെക്കും. നമ്മുടെ വീഴ്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത നീക്കങ്ങൾ എല്ലാം നമ്മൾ അവരോട് പറയും. എന്നാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ന് നിനക്ക് അമൃത് നൽകുന്ന സുഹൃത്ത് നാളെ നിനക്ക് വിഷം നൽകുന്ന ശത്രുവായേക്കാം. എങ്ങനെയാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളെ ശക്തനാക്കുന്നത്? നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബലഹീനതകൾ അവർക്കറിയാമെങ്കിൽ അവർക്കറിയാം നിങ്ങളെ എവിടെ കുത്തിയാൽ വേദനിക്കുമെന്ന്. എന്നാൽ നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് കുറച്ചു മാത്രം അറിവുള്ളപ്പോൾ അവർ നിങ്ങളെ ബഹുമാനത്തോടെയും ഭയത്തോടെയും മാത്രമേ കാണൂ. നിഗൂഢതയുള്ള ഒരു വ്യക്തിയെ ആരും പെട്ടെന്ന് ആക്രമിക്കാൻ മുതിരില്ല. ചാണക്യൻ പറയുന്നത്, ഒരു വ്യക്തി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും തന്റെ ബലഹീനതകൾ പറയരുത് എന്നാണ്. കാരണം സൗഹൃദങ്ങൾ മാറുമ്പോൾ നിങ്ങൾ നൽകിയ ആയുധം അവർ നിങ്ങൾക്കെതിരെ തന്നെ പ്രയോഗിക്കും. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി അവരെ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അമിതമായി പ്രവേശിപ്പിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾ എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് അവർ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കട്ടെ. നിങ്ങൾ ഈ അച്ചടക്കം പാലിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ സ്വകാര്യതയെ ബഹുമാനിക്കാൻ പഠിച്ചുവെങ്കിൽ കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക.
നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് എപ്പോഴും ഓർക്കുക. പോയിന്റ് 5. ഭയത്തെയും അപമാനത്തെയും നേരിടുക. ചാണക്യനീതിയിലെ 5ാമത്തെയും അവസാനത്തെയും അതിശക്തമായ തന്ത്രം ഇതാണ്. ഭയം നിങ്ങളെ തേടി വരുന്നതിന് മുൻപ് നിങ്ങൾ ഭയത്തെ ഇല്ലാതാക്കുക. പലപ്പോഴും ആളുകൾ നമ്മളെ അവരുടെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഭയം കണ്ടിട്ടാണ്. ആരെങ്കിലും നമ്മളെ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മൾ നിശബ്ദനായിരുന്നാൽ ആ നിശബ്ദതയെ അവർ നമ്മുടെ അംഗീകാരമായി കാണും. ചാണക്യൻ പറയുന്നു, അപമാനം നേരിടേണ്ടി വരുമ്പോൾ ഒരു സിംഹത്തെ പോലെ പ്രതികരിക്കുക. ഇവിടെ പ്രതികരിക്കുക എന്നാൽ വെറുതെ ബഹളം വെക്കുക എന്നല്ല അർത്ഥം. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവിടെ നിങ്ങൾ ശക്തമായ നിലപാടെടുത്തിരിക്കണം. ഒരു തവണ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ ലോകം അത് നിങ്ങളുടെ ശീലമായി കരുതും. പിന്നീട് എപ്പോഴും അവർ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് പ്രതികരണം ആവശ്യമാണെന്ന് ചാണക്യൻ പറയുന്നത്? മനുഷ്യൻ സ്വതവേ അധികാരം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെന്ന് കണ്ടാൽ അവർ നിങ്ങളെ കൂടുതൽ അമർത്താൻ ശ്രമിക്കും. ചാണക്യൻ പഠിപ്പിക്കുന്നത് ശത്രുവിനെ അല്ലെങ്കിൽ നിങ്ങളെ മോശമായി കാണുന്നവരെ അവരുടെ ഭാഷയിൽ തന്നെ നേരിടണം എന്നാണ്. ചിലപ്പോൾ മൗനം ആയുധമാക്കാം, എന്നാൽ മറ്റു ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മൂർച്ചയുള്ള വാളുകളാകണം. നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ ആരും നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ നിങ്ങൾ മാത്രമാണ്. ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയാൽ ആ ഭയത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഭയമില്ലാത്തവനെ ആർക്കും കീഴടക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ചു തുടങ്ങുന്ന നിമിഷം ലോകം മുഴുവൻ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. ഓർക്കുക, ചാണക്യൻ ദരിദ്രനായിരുന്നിട്ടും ഒരു സാമ്രാജ്യത്തോട് പൊരുതിയത് തന്റെ ആത്മാഭിമാനം പണയം വെക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളും ആ കരുത്ത് ഉള്ളിൽ വളർത്തുക. ആരെയും പേടിക്കാതെ തലയുയർത്തിപ്പിടിച്ച് നിങ്ങളുടെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക. ഈ 5 രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരാളും നിങ്ങളെ വില കുറച്ച് കാണാൻ ധൈര്യപ്പെടില്ല. നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവർ തന്നെ നാളെ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. നിങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ ഒരു കരുത്തനായി ജീവിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ആത്മവിശ്വാസം ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുമുണ്ടെങ്കിൽ ആ പവർ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തൂ. കമന്റ് ബോക്സിൽ I am പവർഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു വാചകം നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള സത്യപ്രതിജ്ഞയാകട്ടെ. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ ചാണക്യൻ പഠിപ്പിച്ച ഈ 5 തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള കവചങ്ങളാണ്. ഓർക്കുക, ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കണം. നിങ്ങളെ വില കുറച്ച് കാണാൻ ഒരാൾക്ക് നിങ്ങൾ അവസരം നൽകിയാൽ അത് ആ വ്യക്തിയുടെ തെറ്റല്ല, മറിച്ച് നിങ്ങളുടെ വീഴ്ചയാണ്. ഈ കുറച്ച് മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ മാറ്റിവെച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണ് എന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങളുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ. ഇതുപോലെയുള്ള ആഴത്തിലുള്ള ചാണക്യ തന്ത്രങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്ന അറിവുകളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പവർഫുൾ വീഡിയോയും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള മികച്ച വീഡിയോകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജമാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ഒരു സിംഹത്തെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലക്ഷ്യം മറക്കാതിരിക്കുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. മറ്റൊരു കരുത്തുറ്റ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.